കോഡി റോഡ്സിനിട്ട് ഒരു ഗഡാഗഡിയൻ പാൺ കിക്ക്, പാറ്റ് മെക്കഫിക്കിട്ട് ഒരു RKO. വേറെ ലെവലിലുള്ള റാൻഡിയെ ആയിരുന്നു ഇന്നത്തെ റസൽമേനിയ 42 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് പറയാൻ, റസൽമേനിയ കഴിഞ്ഞുപോയി. റാൻഡി ഓർട്ടൺ തോറ്റുപോയി. ഇത് കുറച്ചും കൂടി മുൻപേ WWE ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ റസൽമേനിയ പൊളിച്ചടിക്കിയേനെ. പിന്നെ ബ്രോൺ ബ്രേക്കറിന്റെ ഒരു കിഡിലൻ റിട്ടേൺ കൂടി നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നത്തെ റസൽമേനിയ 42ന്റെ നൈറ്റ് 1-ൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വെൽക്കം ടു റസ്ലിംഗ് മലയാളം. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്കും എത്തുകയുള്ളൂ. റസൽമേനിയയുടെ ഹോസ്റ്റായിട്ട് വരുന്നത് ജോൺ സീനയാണ് എന്നുള്ളത് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് ജോൺ സീനയുടെ എൻട്രൻസുമായിട്ടായിരുന്നു. ജോൺ സീന അദ്ദേഹത്തിന്റെ റസലിംഗ് അറ്റാറിൽ ആയിരുന്നില്ല, ഒരു സ്യൂട്ട് ധരിച്ചിട്ടായിരുന്നു റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഫാൻസ് മുഴുവൻ ജോൺ സീന സ്യൂട്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് നിരാശയിലായിരുന്നു. ജോൺ സീന തന്നെ ഇതിനു മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റസലിംഗിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ താൻ ഇനി സ്യൂട്ട് ധരിച്ചിട്ടായിരിക്കും വരിക, തന്റെ റസലിംഗ് അറ്റാറിൽ വരില്ല എന്നുള്ളത്. അങ്ങനെ സീന വന്നുകൊണ്ട് ആ ഒരു റസൽമേനിയ കിക്ക് ഓഫ് ചെയ്യുകയുണ്ടായി. ഒന്നുമില്ല, ജോൺ സീന വന്നുകൊണ്ട് എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്ത് വെൽക്കം ടു റസൽമേനിയ എന്നുള്ളത് പറഞ്ഞു. അതോടുകൂടി ആദ്യത്തെ മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തു. എടുത്തു പറയേണ്ടത് ആ ഒരു എൻട്രൻസ് സ്റ്റേജ് എല്ലാം തന്നെയാണ്. എൻട്രൻസ് ഒന്നും കണ്ടിട്ട് ശരിക്കും ഒരു റസൽമേനിയ എൻട്രൻസ് പോലെ തോന്നുന്നില്ല. സാധാരണ ഒരു പേപ്പർ വ്യൂ എങ്ങനെയാണോ അതേ രീതിയിലായിരുന്നു റസൽമേനിയ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ മാച്ച് 6 മാൻ ടാഗ് ടീം മാച്ച് ആയിരുന്നു. ഉസോസും LA നൈറ്റും ടീമായിക്കൊണ്ട് വിഷൻ ആൻഡ് ഐഷോ സ്പീഡിനെതിരെയായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ചു നേരം മാത്രമേ ആ മാച്ച് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ആ ഒരു മാച്ച് അവസാനിക്കുകയുണ്ടായി. ഐഷോ സ്പീഡിനെ മുൻനിർത്തിയായിരുന്നു ആ ഒരു മാച്ച് മുഴുവനായിട്ടും പോയിട്ടുണ്ടായിരുന്നത്. സ്പീഡിന്റെ ഫാൻസിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് പോലെ തന്നെയായിരുന്നു ആ മാച്ച് മുഴുവനായിട്ടും ഉണ്ടായിരുന്നത്. സ്പീഡ് റിംഗിൽ കയറുന്നു, അടി കിട്ടുന്നു, പുറത്തേക്ക് പോകുന്നു, വീണ്ടും റിംഗിൽ കയറുന്നു, അടി കിട്ടുന്നു, പേടിച്ചു പോകുന്നു. ഈ രീതിയിലായിരുന്നു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ സ്പീഡ് അറിയാതെ LA നൈറ്റിനെ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നത് ലോഗൻ പോളിന്റെ മേലേക്കായിരുന്നു. ഇത് കണ്ട് ഓസ്റ്റിൻ തിയറി സ്പീഡിനോട് ദേഷ്യപ്പെടുകയുണ്ടായി. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയുണ്ടായി. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് LA നൈറ്റ് തന്റെ ഫിനിഷർ ഓസ്റ്റിൻ തിയറിക്ക് ചെയ്ത് ആ ഒരു മാച്ചിൽ LA നൈറ്റും ഉസോസും വിജയിച്ചു. ആ ഒരു മാച്ചിൽ തോറ്റതുകൊണ്ട് ലോഗൻ പോൾ നല്ല രീതിയിൽ സ്പീഡിനോട് തട്ടിക്കയറുകയുണ്ടായി. സ്പീഡിന്റെ മോന്ത കടിക്കുകയുണ്ടായി. സ്പീഡിനെ റിംഗ് സൈഡിലേക്ക് എടുത്ത് എറിയുകയുണ്ടായി. സ്പീഡിനെ അനൗൺസ് ടേബിളിന്റെ മുകളിൽ കിടത്തിക്കൊണ്ട് അതിന്റെ മുകളിലേക്ക് ചാടാൻ വേണ്ടിയിട്ടായിരുന്നു ലോഗൻ പോളിന്റെ ശ്രമം. എന്നാൽ റിംഗിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന ലോഗൻ പോളിനെ ഉസോസും LA നൈറ്റും കൂടി അറ്റാക്ക് ചെയ്യുകയുണ്ടായി. എന്നിട്ട് സ്പീഡിന് പകരം ലോഗൻ പോളിനെ അവിടെ കിടത്തി സ്പീഡിനോട് ചാടാൻ വേണ്ടി പറഞ്ഞു. അതെ, ഇത് സ്പീഡിന്റെ ഫാൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അങ്ങനെ സ്പീഡ് ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ഒരു സ്യൂ ചെയ്തുകൊണ്ട് അത് ആ ഒരു സ്പ്ലാഷ്. അങ്ങനെ ആ ഒരു സെഗ്മെന്റ് അവിടെ അവസാനിക്കുകയുണ്ടായി. പിന്നീട് നടന്നത് ജേക്കബ് ഫാറ്റു വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ള അൺസാങ്ഷൻഡ് മാച്ച് ആയിരുന്നു. ഇവരുടെ സ്മാക്ക് ഡൗണിൽ ആ ഒരു ഫ്യൂഡെല്ലാം തന്നെ കണ്ടപ്പോൾ കിഡിലൻ മാച്ച് ആയിരിക്കും, ചോരക്കളി ആയിരിക്കും എന്നെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു നോർമൽ മാച്ച് ആയിരുന്നു. നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൂൾസും കുറച്ച് ടേബിൾസ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അതല്ലാതെ എടുത്തു പറയത്തക്ക ഒരു കാര്യവും ആ ഒരു മാച്ചിൽ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. മാച്ച് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ റിംഗിന്റെ അകത്തേക്ക് ടേബിളും ചെയറും എല്ലാം തന്നെ ജേക്കബ് ഫാറ്റു വലിച്ചെറിയുകയുണ്ടായി. അത് മാത്രമായിരുന്നില്ല, ടൂൾ ബോക്സും എടുത്ത് റിംഗിലേക്ക് ഇടുകയുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡ്രൂ മെക്കിൻഡർ ക്ലേമോർ ചെയ്യാൻ വേണ്ടി ഓടി വന്നു. എന്നാൽ ജേക്കബ് ഫാറ്റു അവിടെ നിന്നും മാറി മെക്കിൻഡറിനെ കോർണറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെയറിന്റെ മുകളിലേക്ക് തല കൊണ്ട് ഇടിപ്പിച്ചു. എന്നിട്ട് ഫാറ്റുവിന്റെ ഫിനിഷർ ചെയ്യുകയുണ്ടായി. മെക്കിൻഡർ തോറ്റില്ല. ടൂൾ ബോക്സിലുള്ള ഓരോരോ ഐറ്റംസ് എടുത്തുകൊണ്ട് ജേക്കബ് ഫാറ്റുവിന്റെ തലക്കിട്ട് കൊട്ടുകയുണ്ടായി മെക്കിൻഡർ. പക്ഷെ വലിയ ബ്രൂട്ടൽ ആയിട്ടൊന്നും തന്നെയല്ലായിരുന്നു അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. പിന്നീട് 2 ചെയർ സെറ്റാക്കി വെച്ച് ജേക്കബ് ഫാറ്റുവിനെ അതിന്റെ മുകളിലേക്ക് എടുത്തിട്ടു. അടുത്തതായി ചോദിച്ചിട്ടുണ്ടായിരുന്നത് റഫറിയുടെ ബെൽറ്റ് ആയിരുന്നു. റഫറിയെ പേടിപ്പിച്ചുകൊണ്ട് റഫറിയുടെ ബെൽറ്റ് അടിച്ചെടുത്തു മെക്കിൻഡർ. പക്ഷെ ആ ബെൽറ്റ് ഉപയോഗിച്ച് മെക്കിൻഡറിനെ അടിക്കാൻ കഴിഞ്ഞില്ല. ജേക്കബ് ഫാറ്റു ഉടനെ തന്നെ സൂപ്പർ കിക്ക് കൊടുത്തു. എന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചെയർ ഷോട്ടുകളായിരുന്നു മെക്കിൻഡറിന്റെ പുറത്തേക്ക്. കഴിഞ്ഞില്ല. ആ ഒരു ബെൽറ്റ് ഉപയോഗിച്ച് ജേക്കബ് ഫാറ്റു ഡ്രൂ മെക്കിൻഡറിന്റെ പുറം പാറപ്പുറമാക്കി. അടുത്തതായി മെക്കിൻഡറിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ടൂൾ ബോക്സ് എടുത്ത് മെക്കിൻഡറിനെ അടിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും അതാ കിടക്കുന്നു ക്ലേമോർ ബൈ മെക്കിൻഡർ. പിൻ ചെയ്ത് നോക്കി, തോറ്റില്ല. പിന്നീട് ജേക്കബ് ഫാറ്റു ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ച് അതിന്റെ മുകളിൽ മെക്കിൻഡറിനെ കിടത്തി മുകളിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മെക്കിൻഡർ ചെയർ എടുത്തുകൊണ്ട് ജേക്കബ് ഫാറ്റുവിന്റെ മേലേക്ക് എറിഞ്ഞു. ജേക്കബ് ഫാറ്റുവിനെ അവിടെ നിന്ന് തള്ളിയിട്ടു റിംഗ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന ടേബിളിന്റെ മുകളിലേക്ക്. വീണ്ടും റിംഗിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്ന ജേക്കബ് ഫാറ്റു ആ ഒരു ടൂൾ ബോക്സ് എടുത്ത് മെക്കിൻഡറിന്റെ തലക്കടിച്ചു. മെക്കിൻഡർ നേരെ കിടക്കുന്നത് ടേബിളിന്റെ മുകളിലേക്ക്. ജേക്കബ് ഫാറ്റു ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ചാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫിനിഷർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ജേക്കബ് ഫാറ്റു ഈസ് ദ വിന്നർ. ഇത്രയും വൻ ഫ്യൂഡായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ചിന് കുറച്ചുകൂടി നല്ല എൻഡിങ് കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് വുമൻസ് ടാഗ് ടീം മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ നമ്മുടെ പേജിന്റെ ഒരു റിട്ടേൺ കാണിച്ചു. പേജും ബെല്ലയും തന്നെയായിരുന്നു ആ ഒരു
മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ന്യൂ ചാമ്പ്യന്മാരായി മാറുകയുണ്ടായി. പിന്നീടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന റസൽമേനിയയിലെ ദ കിഡിലൻ മാച്ച് ആയിരിക്കും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സെത്ത് റോളിൻസ് ആൻഡ് ഗുന്തർ തമ്മിലുള്ള മാച്ച്. അത് പറഞ്ഞതുപോലെ തന്നെ ഗംഭീര മാച്ചായിരുന്നു. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇവർ രണ്ടുപേരും കൂടി റിംഗിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവർ തമ്മിലുള്ള ഫ്യൂഡ് അത്ര വലിയ ഫ്യൂഡൊന്നും തന്നെ അല്ല എന്നുണ്ടെങ്കിലും, പെട്ടെന്ന് തുടങ്ങിയ ഫ്യൂഡാണ് എന്നുണ്ടെങ്കിലും, വളരെയധികം കാലമായിട്ട് ഫ്യൂഡുള്ളവർ തമ്മിൽ മത്സരിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക അത്രത്തോളം പകയോടുകൂടി മത്സരിക്കുന്ന രീതിയിലായിരുന്നു നമുക്ക് ഈ മാച്ച് തോന്നിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഫാസ്റ്റ് പേസിലുള്ള മാച്ച് തന്നെയായിരുന്നു സെത്ത് റോളിൻസ് വേഴ്സസ് ഗുന്തർ. ആ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് ഗുന്തറിനെ ബക്കിൾ ബോംബ് എല്ലാം തന്നെ സെത്ത് റോളിൻസ് ചെയ്യുകയുണ്ടായി. സെത്ത് റോളിൻസിനെ ചോപ്പ് ചെയ്ത് കോർണറിലേക്ക് കൊണ്ടുപോയപ്പോൾ സെത്ത് റോളിൻസ് തിരിച്ച് ഒരു 1.5 ചോപ്പുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത കോർണർ വരെ ഗുന്തറിനെ ചോപ്പ് ചെയ്തുകൊണ്ട് സെത്ത് റോളിൻസ് എത്തിക്കുകയുണ്ടായി. പക്ഷേ ഉടനെ തന്നെ ഗുന്തർ അദ്ദേഹത്തിന്റെ ഫിനിഷർ പവർ ബോംബ് അവിടെ ചെയ്തു. സെത്ത് റോളിൻസ് തോറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റോളിൻസിന്റെ കയ്യിൽ നിന്നും ഒരു പെഡിഗ്രിയും സ്റ്റോമ്പും കൂടി ഗുന്തറിന് കൊടുത്തു. പക്ഷേ ഗുന്തർ തോറ്റില്ല. റോളിൻസിനെ തന്റെ സ്ലീപ്പർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുന്തർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റോളിൻസ് എങ്ങനെയൊക്കെയോ അതിൽ നിന്നും എഴുന്നേറ്റ് വന്നു ഗുന്തറിനെ അറ്റാക്ക് ചെയ്തു. സെത്ത് റോളിൻസിന്റെ പഴയ മൂവായിട്ടുള്ള ടേൺ ബക്കിളിന്റെ ഏറ്റവും മുകളിൽ നിന്നും സൂപ്പർ പ്ലക്സ് ചെയ്തുകൊണ്ട് ഫാൽക്കൺ ആരോ ചെയ്യുന്ന ആ ഒരു മൂവ് നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചു. എന്നിട്ട് ഗുന്തറിനെ സെത്ത് റോളിൻസ് സ്ലീപ്പർ ഹോൾഡ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഗുന്തർ തന്റെ കാല് റിംഗ് റോപ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു ഹോൾഡിൽ നിന്നും റിലീസ് ചെയ്യിപ്പിച്ചു. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി റിംഗ് സൈഡിലേക്ക് എത്തി. റിംഗ് സൈഡിലെത്തി ഗുന്തറിനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തെങ്കിലും ഗുന്തർ സെത്ത് റോളിൻസിനെ എടുത്ത് പവർ ബോംബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആപ്രോണിന്റെ മുകളിലേക്കും അനൗൺസർ ടേബിളിന്റെ മുകളിലേക്കുമായിരുന്നു. എന്നിട്ട് അനൗൺസർ ടേബിൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഗുന്തർ സെത്ത് റോളിൻസിനെ അവിടെ പവർ ബോംബ് ചെയ്യാൻ വേണ്ടി നോക്കി. എന്നാൽ സെത്ത് റോളിൻസ് അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരു പെഡിഗ്രി ചെയ്തു. അടുത്ത അനൗൺസർ ടേബിൾ ക്ലിയർ ചെയ്തുകൊണ്ട് സെത്ത് റോളിൻസ് ഓടി വന്ന് ഒരു സ്റ്റോംപ് അതേ അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് ഗുന്തറിനെ ചെയ്യിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് കാണികളുടെ അടുത്തേക്ക് വന്ന് ആക്രോശിച്ചിട്ടുണ്ടായിരുന്ന സെത്ത് റോളിൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബ്രോൺ ബ്രേക്കറിന്റെ വക ഒരു സ്പിയർ ആയിരുന്നു. ബ്രോൺ ബ്രേക്കറിന്റെ ഇഞ്ചുറി എല്ലാം തന്നെ മാറി എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. റസൽമേനിയയിൽ അല്ലെങ്കിൽ റസൽമേനിയയ്ക്ക് ശേഷമുള്ള റോ എപ്പിസോഡിലായിരിക്കും തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ റസൽമേനിയയിൽ തന്നെ ബ്രോൺ ബ്രേക്കർ തിരിച്ചു വന്നിരിക്കുന്നു. സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത റോ എപ്പിസോഡിലെല്ലാം തന്നെ ഇവരുടെ ഫ്യൂഡ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ബ്രോൺ ബ്രേക്കറിന്റെ അറ്റാക്ക് കിട്ടിയതിനു ശേഷം റിംഗിൽ നിന്ന് ബ്രോൺ ബ്രേക്കറിനെ നോക്കിയിട്ടുണ്ടായിരുന്ന സെത്ത് റോളിൻസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗുന്തറിന്റെ സൈഡിൽ നിന്നും വീണ്ടും ഒരു സ്ലീപ്പർ ഹോൾഡ് ആയിരുന്നു. അങ്ങനെ സെത്ത് റോളിൻസിന്റെ ബോധം പോയി. ആ ഒരു മാച്ചിൽ സെത്ത് റോളിൻസ് തോറ്റു. ഗുന്തർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞില്ല. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ബ്രോൺ ബ്രേക്കർ ഓടി വന്നുകൊണ്ട് സെത്ത് റോളിൻസിന് ഒരു കിഡിലൻ മിസൈൽ സ്പിയർ ആയിരുന്നു കൊടുത്തത്. ശരിക്കും ബ്രോൺ ബ്രേക്കർ വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള മാച്ച് ആയിരുന്നു റസൽമേനിയയ്ക്ക് വേണ്ടി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്രോൺ ബ്രേക്കറിന്റെ ഇഞ്ചുറി കാരണമായിരുന്നു ആ മാച്ചുകളെല്ലാം തന്നെ WWE ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ശരിക്കും മാച്ച് നടക്കേണ്ടതായിരുന്നു. അങ്ങനെ എൻട്രൻസ് ഏരിയയിലെത്തി പോൾ ഹേമാനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ബ്രോൺ ബ്രേക്കറിനെ നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നടക്കുന്നത് മെയിൻ ഇവന്റ് ആണ്. മെയിൻ ഇവന്റിന് മുമ്പേ വീണ്ടും ജോൺ സീന വന്നു. ബിയങ്ക ബ്ലെയറിന്റെ ഒരു സർപ്രൈസ് റിട്ടേണും അവിടെ കാണിച്ചു. ബിയങ്ക ബ്ലെയർ ഇനി മത്സരിക്കാൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് പറയുകയുണ്ടായി. ബിയങ്ക ബ്ലെയർ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് അവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. പിന്നെ അവിടെയുള്ള ലൈവ് ഫാൻസിന്റെ എണ്ണം ജോൺ സീന പറയുകയുണ്ടായി. 50,000 ഫാൻസ് ആയിരുന്നു ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട്, റസൽമേനിയ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് എന്നുള്ളതും ജോൺ സീന അവിടെ അനൗൺസ് ചെയ്തു. അങ്ങനെ മെയിൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് പാറ്റ് മെക്കാഫി ആയിരുന്നു. ഫാൻസ് മുഴുവൻ കൂവി വിളിക്കുകയായിരുന്നു പാറ്റ് മെക്കാഫിയെ. ഈ ഒരു മാച്ചിൽ റാൻഡി ഓർട്ടൺ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ താൻ റെസ്ലിംഗ് വേൾഡ് തന്നെ വിടും എന്നുള്ളതായിരുന്നു പാറ്റ് മെക്കാഫി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് റാൻഡിയുടെ എൻട്രിയും കോഡി റോഡ്സിന്റെ ഫാൻസി എൻട്രിയും നമുക്ക് കാണാൻ സാധിച്ചു. മാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പാറ്റ് മെക്കാഫി കോഡിയെ അറ്റാക്ക് ചെയ്തു. റാൻഡിയും കൂടി. എന്നാൽ കോഡിയുടെ കയ്യിൽ നിന്നും റാൻഡിക്കും പാറ്റ് മെക്കാഫിക്കും നല്ല രീതിയിൽ അടി കിട്ടുകയുണ്ടായി. റാൻഡി ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു കോർണർ പോസ്റ്റിലേക്ക് എടുത്തെറിഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റാൻഡി ഓർട്ടൺ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു. പാറ്റ് മെക്കാഫിയെ കോഡി റോഡ്സ് റിംഗ് സൈഡിലിട്ട് നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അനൗൺസർ ടേബിൾ ക്ലിയർ ചെയ്തു. അതിന്റെ മുകളിൽ പാറ്റ് മെക്കാഫിയെ കിടത്തി ജെല്ലി റോൾ ഓടി വന്നുകൊണ്ട് പാറ്റ് മെക്കാഫിയുടെ മുകളിലേക്ക് ഒരു സ്പ്ലാഷ് ചെയ്തു. ഈ സമയത്ത് ഒന്നും തന്നെ റാൻഡി ഓർട്ടൺ മൈൻഡ് പോലും ചെയ്തില്ല. വന്ന് നോക്കിയത് പോലുമില്ല. നിങ്ങൾ തമ്മിലുള്ള 1-on-1 മാച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഫാൻസ് വന്നിരിക്കുന്നത്, ഫാൻസിന് അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ജെല്ലി റോൾ പറഞ്ഞത്. അങ്ങനെ റാൻഡി നിലത്ത് വീണ് കിടക്കുന്ന പാറ്റ് മെക്കാഫിയെ നോക്കി കുറച്ചു നേരം അവിടെ നിന്നു. അതും കഴിഞ്ഞ് റിംഗിലേക്ക് വന്നതിന് ശേഷമായിരുന്നു ഇവരുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. പാറ്റ് മെക്കാഫിയെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. പോകുന്ന സമയത്തും ഫാൻസിനെതിരെ വിരൽ പൊക്കി കാണിക്കുന്ന പാറ്റ് മെക്കാഫിയെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു മാച്ചിനിടയ്ക്ക് മൈക്കിൾ കോൾ അവിടെ നിന്നും അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു റാൻഡി ഓർട്ടോണ് ഒരു ബാക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് റാൻഡിക്ക് നന്നായിട്ട് മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല എന്ന്. അതേ രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു മാച്ചിൽ ഉടനീളം കാണിച്ചിട്ടുണ്ടായിരുന്നത്. 2 ഫൈറ്റ് ചെയ്യും. റാൻഡി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി റിംഗ് സൈഡിലേക്ക് വരും. റാൻഡി അദ്ദേഹത്തിന്റെ പുറത്തെല്ലാം തന്നെ ഒന്ന് പിടിച്ചു നിൽക്കും. കോടി അതിനു വേണ്ടിയിട്ട് സമയം കൊടുക്കാൻ വേണ്ടി അപ്പുറത്ത് സൈഡിലൂടെ ഇറങ്ങി നടന്നു വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിരുന്നു. വളരെ സ്ലോ ആയിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു ഇത്. ഇവർ രണ്ടുപേരും കൂടി റിംഗ് സൈഡിൽ നിന്നപ്പോൾ റാൻഡിയുടെ തലയെടുത്ത് റിംഗ് പോസ്റ്റിൽ കോടി ഇടിപ്പിക്കുകയുണ്ടായി. അതോടുകൂടി റാൻഡിയുടെ തല പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി. ഈ ഒരു മാച്ചിൽ ഫാൻസിന് ആവേശം കുറച്ച് കുറവായിട്ട് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന്റെ പ്രൊമോഷൻ വളരെ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ പാറ്റ് മെക്കാഫി ആ ഒരു മാച്ചിൽ കയറിയിട്ട് ആർക്കും തന്നെ ആ ഒരു
ഒരു മാച്ച് അല്ലെങ്കിൽ ആർക്കും തന്നെ ആ ഒരു ഫ്യൂഡ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നുള്ളതും അറിയില്ല. റാൻഡിയുടെ തലയിൽ നിന്നും ആ ബ്ലഡ് എടുത്ത് കോടി തന്റെ ദേഹത്ത് തേക്കുന്നുണ്ടായിരുന്നു. റാൻഡിയുടെ ഡ്രേപ്പിംഗ് DDT എല്ലാം തന്നെ റാൻഡിയുടെ മേലേക്ക് കോടി ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞ് റാൻഡി ക്രോസ് റോഡ്സ് ചെയ്തു കോടിയെ. പക്ഷേ റാൻഡിക്ക് വിജയിക്കാനായില്ല. RKOയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കോടിയായിരുന്നു, RKO. പക്ഷെ കോടിക്കും വിജയിക്കാനായില്ല. ഈ ഒരു സമയമായപ്പോഴേക്കും മാച്ച് കുറച്ചൊരു പേസിൽ വരാൻ തുടങ്ങി, കുറച്ച് ഫാസ്റ്റർ ആവാൻ വേണ്ടി തുടങ്ങി. റാൻഡിയുടെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബാക്കിന് തന്നെയായിരുന്നു കോടി ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത്. ക്രോസ് റോഡ്സ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരുന്ന കോടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് റാൻഡിയുടെ കയ്യിൽ നിന്നും RKO. റാൻഡിക്ക് ജയിക്കാനായില്ല. പിന്നീട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് റാൻഡിയുടെ കണ്ണിലിട്ട് കോടി കുത്തുകയുണ്ടായി. ഈ സമയം പുറകിൽ നിന്നിട്ടുണ്ടായിരുന്ന ചാൾസ് റോബിൻസൺ ഇട്ടായിരുന്നു, അതായത് റഫറിക്ക് ഇട്ടായിരുന്നു റാൻഡി RKO കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആള് മാറിപ്പോയി. എന്തായാലും റഫറി വീണതല്ലേ, ആ ഒരു അവസരം റാൻഡി മുതലെടുക്കാമെന്ന് വിചാരിച്ച് ലോ ബ്ലോ കൊടുക്കാൻ വേണ്ടി നോക്കി. എന്നാൽ കോടി അത് പിടിച്ചു വെച്ചു. റാൻഡി കിട്ടി തിരിച്ചു കൊടുത്തു ലോ ബ്ലോ. അടുത്തതായിട്ട് കോടിയുടെ വക ഒരു സൂപ്പർ കട്ടർ ആയിരുന്നു കൊടുത്തത്. എന്നാൽ സൂപ്പർ കട്ടർ ചാടി കൊടുത്ത സമയത്ത് റാൻഡി അതൊരു RKO ആക്കി മാറ്റുകയുണ്ടായി. അടുത്ത റഫറിയെ വിളിക്കുകയുണ്ടായി. അടുത്ത റഫറി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇഞ്ചുറി പറ്റി പോയിട്ടുണ്ടായിരുന്ന പാറ്റ് മെക്കാഫി ആയിരുന്നു. കഴുത്തിലൊരു പെഡലിയും ധരിച്ചുകൊണ്ടായിരുന്നു പാറ്റ് മെക്കാഫി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പാറ്റ് മെക്കാഫി പിൻ ചെയ്തിട്ടും കോടിയെ തോൽപ്പിക്കാൻ റാൻഡിക്കായില്ല. യെസ്, അവിടെ നിന്നും റാൻഡിയുടെ ഉള്ളിലുള്ള ആ ഒരു പഴയ 2009 ഹീൽ റാൻഡി പുറത്തേക്ക് വരികയുണ്ടായി. യെസ്, RKO ടു പാറ്റ് മെക്കാഫി. പാറ്റ് മെക്കാഫി കിട്ടി RKO കൊടുത്തു. ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. തന്റെ മുൻപിൽ നിൽക്കുന്നവരെല്ലാവരും തന്നെ തന്റെ എതിരാളികളാണ് എന്നുള്ളത് പറയുന്ന ആ റാൻഡിയായിരുന്നു നമ്മൾ ഇന്ന് കണ്ടത്. പാറ്റ് മെക്കാഫിക്ക് RKO കൊടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന റാൻഡിക്കിട്ട് ക്രോസ് റോഡ്സ് കൊടുത്തു. കോടി ആ ഒരു മാച്ചിൽ വിജയിച്ച് സ്റ്റിൽ ചാമ്പ്യനായി തുടരുകയുണ്ടായി. ദാറ്റ് വാസ് റിയലി ബാഡ്. ശരിക്കും റാൻഡി വിജയിക്കേണ്ട മാച്ചായിരുന്നു. റാൻഡിക്ക് ആ ഒരു വിജയം കൊടുക്കണമായിരുന്നു. റസൽമേനിയ മൊമെന്റ് റാൻഡി ഓർട്ടൺ അർഹിച്ചതായിരുന്നു. ഫാൻസ് മുഴുവൻ കോടിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഫാൻസ് മുഴുവൻ ഓൺലൈനിൽ കോടിയെ തെറിവിളി അഭിഷേകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടും കഴിഞ്ഞില്ല. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ടായിരുന്നു. മാച്ച് വിജയിച്ച് ചാമ്പ്യൻഷിപ്പ് ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്ന കോടിക്കിട്ട് അതേ ടൈറ്റിൽ ഉപയോഗിച്ച് റാൻഡി തലക്കിട്ടൊരു 1.5 അടി കൊടുത്തു. ആ ചാമ്പ്യൻഷിപ്പ് എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. യെസ്, റാൻഡി പോകുന്നത് പൺ കിക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തു. പൺ കിക്ക്. വർഷങ്ങൾക്ക് ശേഷം റാൻഡി ഓർട്ടൺ വീണ്ടും ഒരു സൂപ്പർ സ്റ്റാറിനെ പൺ കിക്ക് ചെയ്തു. WWEയിൽ നിന്നും ഇഞ്ചുറികൾ ഒരുപാട് വരുമെന്നുള്ളത് കൊണ്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പൺ കിക്ക് വീണ്ടും WWEയിലേക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്നു. റാൻഡി ഓർട്ടൺ അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അടുത്ത സ്മാക്ഡൗണിൽ ഇവർ തമ്മിലുള്ള ഫ്യൂഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എന്തായാലും ഇന്നത്തെ റസൽമേനിയയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് സെത്ത് റോളിൻസ് വേഴ്സസ് ഗുന്തർ തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു. ആൻഡ് റാൻഡി ഓർട്ടൺ പാറ്റ് മെക്കാഫി അറ്റാക്ക് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു മൊമെന്റുകളും വളരെയധികം കിടിലനായിരുന്നു. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഒരു ആവറേജ് ഷോ ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഇന്നത്തെ റസൽമേനിയയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് മാച്ചാണ് എന്നുള്ളതും വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നാളെ റസൽമേനിയ 42 ഡേ 2 റിവ്യൂമായിട്ട് വരാം. അതുവരേക്കും ബൈ ഗായ്സ്.